ഞാൻ എല്ലാ കാലത്തും സജീവം തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി മലബാറിൽ മാത്രമാണ് ഞാനുള്ളത്. ഞാൻ വളരെ ആക്റ്റീവാണ്. KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞ ശേഷം ഞാൻ ഒരു ദിവസം പോലും പരിപാടിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ 2-3 പരിപാടികൾ അറ്റൻഡ് ചെയ്യാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. നാളെ വളരെ സജീവമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ഞാൻ മലബാറിലാണ് പ്രത്യേകമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് RD രാമകൃഷ്ണനെതിരെയുള്ള ഒരു വംശീയമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിന്റെ പേരിൽ ഒരു അധിക്ഷേപം ആരെക്കുറിച്ച്? കലാഭവൻമണിയുടെ സഹോദരൻ നർത്തകനുമായിട്ടുള്ള RLV രാമകൃഷ്ണനെ കുറിച്ച് നിറത്തിന്റെ പേരിൽ ഒരു അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ ഒരു അധിക്ഷേപം ആര് പറയും? കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ നർത്തകിയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. വർണ്ണവിവേചനത്തിനായിട്ട് പോരാട്ടം നടത്തിയ ഗാന്ധിജിയുടെ പാരമ്പര്യമുള്ള നാടാണിതെന്ന കാര്യം മറക്കരുത്. അപ്പാർത്തിനെതിരായിട്ട് സമരം നടത്തിയ ഗാന്ധിജിയുടെ നാടാണിത്, മനസ്സിലാക്കണം. ആ നാട്ടിൽ അത്തരമൊരു തരത്തിലുള്ള പ്രസ്താവന നടത്തുമെന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമെന്ന് മാത്രമല്ല അധിക്ഷേപാർഹമായൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. ഒരു സ്ഥാനാർത്ഥിക്ക് വരായിട്ടും ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീചമായ തരത്തിലുള്ള സൈബർ അറ്റാക്ക് അത് നടക്കാൻ പാടില്ല, ശരിയല്ല. സൈബർ പടയാളികളെ വെച്ചുകൊണ്ട് ആരെയും അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ജനാധിപത്യ സമ്പ്രദായമല്ല, അത് രാഷ്ട്രീയ മാന്യതയില്ല, അതൊരിക്കലും അംഗീകരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ സൈബർ അറ്റാക്കിൻ്റെ ഒരു വിക്റ്റിമാണ്. എൻ്റെ ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നടത്തപ്പെട്ട ഒരാളാണ്. പിന്നെ ഞാനിതൊക്കെ തന്നെ ഒരു ഗൗരവമില്ലാതെ എടുത്ത് അത് അവഗണിക്കുന്ന ഒരാളാണ്. എനിക്കത് പ്രശ്നമല്ല. പക്ഷെ പലർക്കും അത് താങ്ങാൻ സാധിക്കില്ല. അത്തരമൊരു സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായി കഴിഞ്ഞാലും ഒരിക്കലും ഞങ്ങളത് അംഗീകരിക്കില്ല, അത് ശരിയുമല്ല. അത് കോവിഡ് കള്ളി എന്നുള്ള പ്രയോഗം തെറ്റാണ്. പക്ഷേ കോവിഡ് മഹാമാരി കാലത്ത് നടന്നിരിക്കുന്ന 1300 കോടി രൂപയുടെ അഴിമതി, ആ അഴിമതി ഞാനല്ല പുറത്തു കൊണ്ടുവന്നത്, കോൺഗ്രസും അല്ല. പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളാണ് കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയണം. ഇനിയിപ്പോൾ അവരല്ല ഉത്തരവാദി മുഖ്യമന്ത്രിയെങ്കിൽ അവർ ഏകദേശം ആ രൂപത്തിലാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അവർ പറയണം. അതിന് പറയാൻ ഒരു സ്ഥാനാർത്ഥി രൂപത്തിൽ അവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവർ പറയണം, ഞാനല്ല പ്രജാപതിയാണ് അതിന് ഉത്തരവാദി എന്ന് പറയേണ്ട രാഷ്ട്രീയമായ ആർജവബോധവും ആ നെഞ്ചുറക്കുമാണ് അവർ കാണിക്കേണ്ടത്. അതാണ് സത്യസന്ധത. ഞാനാണെങ്കിൽ പറയും, ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ അഭിപ്രായങ്ങൾ പറയുക എന്നതാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ്റെ ദൗത്യം അല്ലെങ്കിൽ കർത്തവ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാജേന്ദ്രൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് എൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, സോറി. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ സർവേ നടത്തിയത്? സ്ഥാനാർത്ഥി വന്നിട്ട് 10 ദിവസമായിട്ടില്ല. അദ്ദേഹം 2 ദിവസം അദ്ദേഹം പാലക്കാട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 8 ദിവസം കൊണ്ടാണ് ഈ മഹാ സർവേ നടത്തിയിരിക്കുന്നത്. ഏത് സർവേയാണ് ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞത്? ഒരു സർവേയും ഞാൻ ജയിക്കുന്നു, ഒരു സർവേയും ഒരിക്കൽ പോലും ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഈ സർവേയും അതുപോലെ തന്നെ അപ്സൈഡാണ്. സ്ഥാനാർത്ഥി വന്ന് നിയോജകമണ്ഡലത്തിൻ്റെ മുക്കും മൂലയും മനസ്സിലാക്കിയതിന് മുമ്പ്, സ്ഥാനാർത്ഥി വന്ന് നേതാക്കന്മാരെ പോലും പഠിക്കുന്നതിന് മുമ്പ്, നിയോജകമണ്ഡലത്തിൽ അപരിചിതനായ സ്ഥാനാർത്ഥി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇതാ നടത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥി ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, വിലയിരുത്തിയിട്ടില്ല. ആ സന്ദർഭം പോലും ഇല്ലാതെ നടത്തിയ ഒരു സർവേ, ആ സർവേ അടിസ്ഥാനരഹിതമാണ്. അത് ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ നിരാകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമല്ലേ, അതിലൊന്നും ഞാൻ കൈകടത്താൻ ആഗ്രഹിക്കില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം.